ഇവിടെ വേറെ രസമുണ്ട്. ഞാൻ സമുദായത്തിന് വേണ്ടി വാദിച്ചാൽ വർഗീയവാദി, വെള്ളാപ്പള്ളി മറ്റ് സമുദായങ്ങളെ ആക്ഷേപിച്ചാൽ അയാള് എന്താണ് നവോത്ഥാന നായകൻ. ഇതെന്തൊരു തമാശയാണ്. ഞാൻ എന്റെ സമുദായത്തിന് വേണ്ടി വാദിക്കുന്നു. വെള്ളാപ്പള്ളി ഈഴവന്മാർക്ക് വേണ്ടി വാദിക്കുകയല്ല, മുസ്ലിങ്ങളെ ആക്ഷേപിക്കുകയാണ്, പരിഹസിക്കുകയാണ്, ചീത്ത വിളിക്കുകയാണ്. മറ്റു സമുദായത്തെ പരിഹസിക്കുന്ന, ചീത്ത വിളിക്കുന്ന വെള്ളാപ്പള്ളി നവോത്ഥാന നായകൻ. സ്വന്തം സമുദായത്തിന് വേണ്ടിയിട്ട് അവകാശവാദം ഉന്നയിക്കുന്ന ഞാൻ വർഗീയവാദിയാവുക. ഇത് ഈ CPM-ന്റെ ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കുന്ന ഈ അജണ്ടയുണ്ട്. ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, മുഖ്യമന്ത്രിയെ കാണാൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുറത്തേക്ക് ആര് വരുന്നു? അമിത്ഷാ വരുന്നു. പത്രക്കാർ പറയുന്നത് വിദേശ രാഷ്ട്ര പ്രതിനിധികൾ വന്നിട്ട് പോലും അമിത്ഷാ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പൊ പിണറായി അല്ലെങ്കിൽ അമിത്ഷാ കൂട്ടുകെട്ട് അവിടെ നടത്തുന്ന ഒരു ഭീകരമായ ഒരു അജണ്ട, ഭരണം മൂന്നാമത് നിലനിർത്താൻ വേണ്ടി. ഒരു CPM-ന്റെ നേതാവ് എന്നോട് പറഞ്ഞത് അടുത്ത തവണ ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ CPM നിൽക്കാനാവില്ല എന്നാണ്. അതിനുവേണ്ടി ന്യൂനപക്ഷങ്ങളുടെ മേലെ കുതിര കയറിയിട്ട് ഭരണം നിർത്താമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ തന്നെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഇവിടെ ഉണ്ടാവും. അത് ഞങ്ങളുടെ ബാധ്യതയാണ്. പക്ഷെ ഞാൻ വിനീതമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, കേവലം ഒരു 15-20 വർഷം മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള കൈരളിയുടെ നിലവാരത്തിലേക്ക് കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിൽ 100 വർഷത്തെ പഴക്കമുള്ള മാതൃഭൂമി പത്രം എന്തിനാ പോണത്? എനിക്ക് മാതൃഭൂമി പത്രത്തെ അറിയാം, വീരേന്ദ്രകുമാറിനെ അറിയാം, അദ്ദേഹത്തിന്റെ ആ പത്രത്തിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നവരെയും പ്രവർത്തിച്ചവരെ അറിയാം. എന്റെ നാട്ടുകാരനാണ്. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും സെക്യുലർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ തന്റെ നാവ് കൊണ്ട് ഈ നാട്ടിലെ രാമന്റെ ദുഃഖം എഴുതിയത് മാത്രമല്ല, ഇങ്ങനെ സംസാരിച്ചു നടന്നൊരു മനുഷ്യരില്ല. ആ പത്രം എത്ര ഈ പത്രപ്രവർത്തകർക്ക് അറിയാഞ്ഞിട്ടാണോ അത്ര പാരമ്പര്യമുള്ളൊരു പത്രം നിലവാരം തകർന്ന് താഴെ പോവുകയാണോ എന്നത് പരിശോധിക്കേണ്ടതാണ്. ഇത് വളരെ ഗൗരവത്തോടെ എന്തിനാണ് മാതൃഭൂമിയെ പോലൊരു പത്രം ഇത്ര മോശപ്പെട്ട ഒരു വർഗീയ സമീപനം എടുക്കുന്നതിന് ശ്രമം നടത്തിയത് എന്നത് അവർ നിർബന്ധമായും വിശദീകരിക്കേണ്ടതാണ്. കാരണം അത്രമേൽ ഞാൻ ബഹുമാനിച്ചിരുന്നൊരു പത്രം എന്നുള്ള നിലക്ക് അവർ പറയേണ്ടതാണ്. വളരെ മോശമായിരുന്നു അവരുണ്ടാക്കിയ ഫ്ലയറുകൾ, അവരുടെ പോസ്റ്ററുകൾ. വളരെ ആസൂത്രിതമായിട്ടാണ് ഒരാളെ, അതും ഈ ഒരു വളരെ സെക്കുലർ ഫാബ്രിക്കിനകത്ത് നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളെ വർഗീയമാക്കുന്നത് വഴി മാതൃഭൂമിയുടെ ലാഭം എന്താണ് എന്ന്, കൈരളിയുടെ നിലവാരത്തിലേക്ക് ആ പത്രം പോകുന്നതിനോടുള്ള എൻ്റെ വിയോജിപ്പ്, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള വിയോജിപ്പ് ഞാൻ പ്രകടിപ്പിക്കാൻ. ഇതാണ് എൻ്റെ വർഗീയവാദിയാക്കിയതിൻ്റെ താൻ ആരാണ് എന്ന ചോദ്യത്തിലെ കൺഫ്യൂഷനിലെ ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തത് മതവിരുദ്ധനാക്കിയതാണ്. ഞാൻ അതിന്റെ താല്പര്യം വേറെ രസകരമായ താല്പര്യമാണ്. ഞാൻ ആ പ്രസംഗത്തിനകത്ത് നിങ്ങൾക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷേ അതിനകത്ത് ഞാൻ എൻ്റെ സമുദായത്തോട് പറയേണ്ട ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇസ്ലാമിലെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, അതെല്ലാ മതത്തിലും അങ്ങനെ തന്നെയാണ്. എന്നുവെച്ചാൽ അദബ്, ഇൽമ്, ഇബാദത്ത് എന്ന് പറയും. എന്നുവെച്ചാൽ അറിവുണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടാവേണ്ടത് അവന് അടക്കം, ഒതുക്കം, വിനയം ഒക്കെയാണെന്നാണ്. എല്ലാ മതവും അങ്ങനെ തന്നെയാണ്. വിനയമുള്ളവന് അറിവുണ്ടായാൽ, അറിവുള്ളവൻ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചാൽ അതിൽ സൗന്ദര്യം ഉണ്ടാവും. അതല്ലാതെ ഒരു ബഗടി കളിക്കുന്ന ആളുടെ കയ്യിലല്ല മതനേതൃത്വം കിടക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ മുഷാവറയിലെ ബഹുമാന്യനായ അംഗവും കേരളത്തിലൊരു വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ബഹാവുദ്ദീൻ ഉസ്താദിനെ അഡ്രസ് ചെയ്തു. അപ്പോൾ പിറ്റേ ദിവസം ഒരു ചങ്ങായി വന്നിട്ട് പത്രസമ്മേളനം നടത്തുമ്പോൾ ഞാൻ വിചാരിക്കണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ ചോദിച്ചാണ്, പത്രക്കാരൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ അയാൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഈ ക്രൈറ്റീരിയയിൽ വല്ല കുഴപ്പമുണ്ടോ, മതപരമായ സംശയം തീർക്കുന്നുള്ള ആൾക്കാണ്. പക്ഷേ അദ്ദേഹം ഞാൻ ബഹാവുദ്ദീൻ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞതല്ല കേട്ടത്, ഞാൻ സജി ചെറിയാനെ കുറിച്ച് പറഞ്ഞതാണ് മൂപ്പരെ പ്രകോപിപ്പിച്ചത് എന്നെനിക്ക് പിന്നെയാണ് മനസ്സിലായത്.